ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഇടുന്നത്. വളരെ അടിപൊളിയായിട്ട് എന്നാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബ്രെഡാണ്. ഒരു 10 ബ്രെഡൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ബ്രെഡ് എടുക്കാം. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. ഓപ്ഷണലാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടി ഇല്ലെങ്കിൽ ഒന്നും ചേർക്കണമെന്നില്ല. എന്നിട്ട് കുറച്ചായിട്ട് പാലൊഴിച്ചിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസ് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ട് കറക്കിയാൽ മതി, നല്ല ബ്രെഡ് പൊടിഞ്ഞു വരും. അത് നമ്മൾ പാലൊഴിച്ചിട്ട് ഞാൻ പാൽപ്പൊടിയും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് കുഴച്ചിട്ട് ഒന്ന് റെഡിയാക്കി വയ്ക്കാം. എന്നിട്ട് അത് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. ഈ ചെറിയ ബോൾസ് നമുക്ക് എന്ത് ചെയ്യണം, ഇനി നട്ട്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യണം. ഓരോ നട്ട്സ് ഓരോന്നിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഞാനിവിടെ പിസ്താണ് എൻ്റെ അടുത്തുള്ളത്. അന്ന് ഞാൻ പിസ്ത എടുത്തത്. ഈ ബോൾ ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ നടുക്കേക്ക് നമ്മൾക്ക് ഏത് നട്ട്സാണ് വേണ്ടത് അതൊന്ന് വെച്ച് കൊടുത്തിട്ട് ആ റൗണ്ട് ഷേപ്പ് തന്നെ ബോളാക്കി മാറ്റുക. എന്നിട്ട് നമ്മൾ എല്ലാ ബോൾസും അങ്ങനെ നമ്മൾ ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അന്നിപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ബോൾസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ ഫിനിഷ് ആവും. പെട്ടെന്ന് തന്നെ നമുക്ക് അതൊക്കെ കഴിയും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ചോക്ലേറ്റ്സ് ആണ്. ഞാനിവിടെ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റും അമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റോടും മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റും അതേപോലെ ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് എടുക്കാം. അതൊന്ന് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് പാലുകൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് നല്ല പോലെ ഒന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല പോലെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുത്തിട്ട് അത് സിമ്മിലിട്ടൊക്കെ ചെയ്യാം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാം, എന്നിട്ട് പിന്നെ സിമ്മിലേക്ക് ഇടണം. എന്നിട്ട് ഈ ചോക്ലേറ്റിലേക്ക് നമുക്ക് നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കാം. എല്ലാ ബോൾസും ഓരോന്നായിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മാറ്റി വയ്ക്കുക ഒരു പ്ലേറ്റിലേക്ക്. എന്നിട്ട് ഞാനിവിടെ രണ്ടാമത് പിന്നെ ഒരു അരമണിക്കൂറിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം ആയാലും മതി, നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഇത് തണുപ്പിക്കാൻ വെച്ചിട്ട് ഒന്നും കൂടി ഈ ചോക്ലേറ്റ് ബാക്കിയും കൂടി ഒന്നുകൂടി ആക്കണം. അപ്പോൾ കട്ടിയിൽ നമുക്കതിൻ്റെ മുകളിൽ നല്ലൊരു ലെയർ കിട്ടും. അല്ലാതെ പെട്ടെന്നാണെങ്കിൽ ചിലപ്പോൾ ഒലിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം 2 വട്ടം ചെയ്തു. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. വെറുതെ ചോക്ലേറ്റ് തിന്നുന്നതിനെക്കാട്ടും രസമാണ് ഇങ്ങനെയൊക്കെ കഴിക്കാൻ. താങ്ക്